പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 10ൻ്റെ ചാപ്റ്റർ 3ലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ ഇൻ 3x + 2y = 4 ആൻഡ് 2x - 3y = 7. അപ്പോൾ നമുക്കിവിടെ രണ്ട് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ചെയ്യാനായിട്ട് ഈസി ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻസ് ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതാം. ഫസ്റ്റ് ഇക്വേഷൻ, ദ ഗിവൺ ഇക്വേഷൻസ് ആർ 3x + 2y = 4. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. നെക്സ്റ്റ് ഇക്വേഷൻ ഈസ് 2x - 3y = 7. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇനി എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ എക്സ് എന്ന വേരിയബിളിൻ്റെ കോഎഫിഷ്യൻസ് സെയിം ആയിരിക്കണം, അല്ലെങ്കിൽ വൈ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ കോഎഫിഷ്യൻസ് സെയിം ആയിരിക്കണം. പക്ഷേ ഇവിടെ എക്സിൻ്റെത് 1 3ഉം 1 2ഉമാണ് അല്ലേ, വൈയുടേത് 1 2ഉം 1 3ഉമാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ കോഎഫിഷ്യൻ്റ് സെയിം ആയിട്ട് വന്നെങ്കിൽ മാത്രമേ നമുക്കതിനെ ക്യാൻസലാക്കി കളഞ്ഞിട്ട് എലിമിനേഷൻ മെത്തേഡ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്കിവിടെ വൈ കളയാം. വൈ ആകുമ്പോൾ നമുക്ക് 1 + 1 മൈനസുമാണ്. നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വൈ കട്ടായിപ്പോൾ അല്ലേ. അപ്പോൾ നമുക്ക് വൈ എന്ന വേരിയബിൾ വരുന്ന ഇതിൻ്റെ കോഎഫിഷ്യൻസിനെ നമുക്ക് സെയിം ആക്കാം. അപ്പോൾ സെയിം ആക്കണേ എന്ത് ചെയ്യണം, അപ്പോൾ സെയിം ആക്കണമെങ്കിൽ ഇവിടെ ഫസ്റ്റ് ഇക്വേഷനെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, സെക്കൻഡ് ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വൈയുടെ കോഎഫിഷ്യൻ്റ് നമുക്ക് സെയിം ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ സ്റ്റെപ്പ് എഴുതണം. മൾട്ടിപ്ലൈയിങ് ഇക്വേഷൻ 1 എത്ര കൊണ്ടാണ് 3, 1/3 ആൻഡ് ഇക്വേഷൻ 2/2നെ എത്ര കൊണ്ടാണ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ വി ഗെറ്റ്, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഫസ്റ്റ് ഇക്വേഷനെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, അതായത് വൈയെ മാത്രമല്ല ചെയ്യുന്നത്, ഇക്വേഷനെ ഫുള്ളാണ് നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്താവും, 3 3s are 9, 9x + 3 2s are 6, 6y = 4 3s are 12. ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 3 എന്നെടുക്കുന്നു. ഇനി സെക്കൻഡ് ഇക്വേഷനെ നമ്മൾ 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്താവും, 2 2s are 4, 4x - 3 2s are 6y = 7 2s are 14. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 4. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിനെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 3ഉം 4ഉം കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ ഈ ടേം ക്യാൻസൽ ആയിട്ട് പോകും അല്ലേ. 9 + 4 13, 13x = 26. ഇതിൽ നെക്സ്റ്റ് എന്ത് കിട്ടും, x = 26/13 = 2. അപ്പോൾ എക്സ് നമുക്ക് 2 എന്ന് കിട്ടി. ഒരു വേരിയബിൾ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു അല്ലേ. ഇനി എന്ത് ചെയ്യണം, ഈ കിട്ടിയ എക്സിൻ്റെ വാല്യൂവിനെ നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഏതെങ്കിലും ഒരു ഇക്വേഷനിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂ ഓഫ് എക്സ് ഇൻ ഇക്വേഷൻ 1. അപ്പോൾ എന്ത് കിട്ടും, എക്സിൻ്റെ പ്ലേസിൽ നമ്മൾ 2 റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ 3 × 2 6 + 2y = 4. 2y = 4 - 6. y = 4 - 6 is -2/2 = -1. അപ്പോൾ y നമുക്ക് -1 എന്ന് കിട്ടി. ഹെൻസ് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ ആർ 2 and -1 റെസ്പെക്റ്റീവ്ലി. മനസ്സിലായല്ലോ, വളരെ സിമ്പിളാണ് ചെയ്യാൻ. എലിമിനേഷൻ മെത്തേഡ് ആയിരിക്കും കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇനി ഇതേപോലത്തെ തന്നെ സെയിം ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ചെയ്യാം. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ ഇൻ 2x - 5y + 4 = 0 ആൻഡ് 2x + y - 8 = 0. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ നമുക്കൊന്ന് എടുത്തെഴുതാം. 2x - 5y + 4 = 0. അപ്പോൾ ഈ ഇക്വേഷനെ 4നെ ഞാൻ RHSലേക്ക് കൊണ്ടുപോയി ഒന്നുകൂടെ ഞാനിതിനെ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതുകയാണ്. അപ്പോൾ ഇതെന്ത് വരും, 2x - 5y
ഇസ് ഇക്വൽ ടു പ്ലസ് 4 RHSൽ വരുമ്പോൾ -4 ആവും. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇനി നമ്മുടെ അടുത്ത ഇക്വേഷൻ എന്താണ്? 2x പ്ലസ് വൈ -8 ഇസ് ഇക്വൽ ടു 0. ഇതിനെ ഞാൻ ആദ്യം എഴുതിയ ഇക്വേഷൻ്റെ കൂട്ട് തന്നെ എഴുതുന്നു. 2x പ്ലസ് വൈ ഇസ് ഇക്വൽ ടു -8 ഇപ്പുറത്ത് വരുമ്പം +8 ആയിട്ട് മാറും. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇവിടെ നോക്കിയേ, എക്സിൻ്റെ കോഎഫിഷ്യൻസ് സെയിം ആണല്ലേ, അതുകൊണ്ട് നമുക്കിവിടെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഡയറക്റ്റ് നമുക്കിത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ദാ ഇവിടെ നോക്കിയേ, രണ്ടിൻ്റെയും സൈൻ പോസിറ്റീവാണ്, അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യണം? സബ്ട്രാക്റ്റ് ചെയ്തെങ്കിലേ ഈ ടേം ക്യാൻസലായി പോകത്തുള്ളൂ. അപ്പോൾ സബ്ട്രാക്റ്റിംഗ് ഏതാണ് സബ്ട്രാക്റ്റ് ചെയ്യുന്നത്? ഇക്വേഷൻ 2 ഫ്രം 1. ഇക്വേഷൻ 2 ഫ്രം 1. ഇക്വേഷൻ 1. അപ്പോൾ എന്ത് കിട്ടും? അപ്പോൾ ഞാൻ ഒന്നുകൂടി ഇങ്ങോട്ട് എടുത്തെഴുതുന്നു. 2x മൈനസ് 5y ഇസ് ഇക്വൽ ടു -4. 2x പ്ലസ് വൈ ഇസ് ഇക്വൽ ടു 8. സബ്ട്രാക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇതിൻ്റെ എല്ലാം സൈൻ ചേഞ്ച് ആവും. ഇത് ക്യാൻസലായിപ്പോൾ -5y -y എന്ത് വരും? -6y ഇസ് ഇക്വൽ ടു -12. y എന്ത് വരും? y ഈസ് ഇക്വൽ ടു -12/-6 ഈസ് ഇക്വൽ ടു 2. അപ്പോൾ വൈയുടെ വാല്യൂ നമുക്ക് 2 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഈ വൈയുടെ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂ ഓഫ് y ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1ലോ 2ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. ഇക്വേഷൻ 1ൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ 2x മൈനസ് 5 ഇൻറ്റു 2 ഈസ് ഇക്വൽ ടു -4. 2x ഈസ് ഇക്വൽ ടു -4. 5 2s are 10. -10 ഇപ്പുറത്ത് പോകുമ്പം +10 ആവും. x ഈസ് ഇക്വൽ ടു -4 + 10 ഈസ് 6. 6/2 ഈസ് ഇക്വൽ ടു 3. Hence the values of x and y are 3 and 2 respectively. വളരെ സിമ്പിളാണ് ചെയ്യാൻ. ഇങ്ങനെ ഇക്വേഷൻസ് തന്നിട്ട് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്താൽ മതി. വളരെ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇനി ബാക്കി ക്വസ്റ്റ്യൻസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഞാനിങ്ങനെ ഓരോ ക്വസ്റ്റിനും 2 ക്വസ്റ്റ്യനൊക്കെ വെച്ച് ചെയ്യുന്നത് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചെയ്താൽ വലിയ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിട്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും കേട്ടോ. ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടുന്നതനുസരിച്ച് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഈ 3rd ചാപ്റ്ററിൻ്റെ പ്ലേലിസ്റ്റിൽ ഞാൻ ഈ വീഡിയോസ് ഇടുന്നുണ്ട്. അതേപോലെ എക്സാം സ്പെഷ്യൽ എന്നും പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിനകത്തും പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനകത്ത് ഒത്തിരി ബോർഡ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.